വെൽക്കം ബാക്ക് ടു ബിഗിനേഴ്സ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ നമ്മുടെ ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്ന പാഠത്തിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഞങ്ങളെ. അതിനകത്ത് 188ാമത്തെ പേജിന്റെ കണ്ടായിരുന്ന ഒരു ബോക്സിനകത്തിൽ കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ ശതമാന രൂപം നമുക്ക് തന്നിട്ടുണ്ട്. ശതമാനത്തിൽ തന്നേക്കുന്നതിനെ നമ്മൾ എന്താക്കണം, ഫ്രാക്ഷനിലോട്ട് അല്ലെങ്കിൽ ഭിന്നസംഖ്യയിലോട്ട് മാറ്റുക. ശതമാനം എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ആണ് കുഞ്ഞുങ്ങളെ. അതിനെ നമ്മൾ എന്താ, പെർസെൻറ്റേജിൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമ്മൾ അതിനെ എന്താ ഭിന്നസംഖ്യാ രൂപം അല്ലെങ്കിൽ ഫ്രാക്ഷനിലോട്ട് മാറ്റാം. നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ. 12 1/2 അല്ലെ, 12 1/2 12%. ഇത് നമുക്ക് നോക്കിക്കേ, ശതമാനത്തിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്തോ ആക്കണം, ഭിന്നസംഖ്യയിലോട്ട് മാറ്റണം. എന്നിട്ടോ ഈ ഭിന്നസംഖ്യയിലോട്ട് മാറ്റിയിട്ട് ഇതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റണം. നോക്കാം നോക്കൂ നിങ്ങൾ. നോക്കേ, 12.5 നമ്മുടെ ചോദ്യം അല്ലെ. 12.5 നമുക്ക് എങ്ങനെ ചെയ്യാം, മിക്സഡ് ഫ്രാക്ഷനിലല്ലേ കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത്. നോക്കിയേ, 12.5 അല്ലേ. നോക്കിക്കേ, മിശ്ര ഭിന്നത്തിൽ തന്നാൽ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാം, 12 എന്ന് എഴുതിയിട്ട് താഴെ കിടക്കുന്ന സംഖ്യ കേട്ടോ, താഴെ കിടക്കുന്നതിനെ നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടുക. ഇതൊക്കെ നമ്മൾ കുറെ പഠിച്ചതാ, എന്നാലും ഞാൻ പറയൂ കേട്ടോ, അഥവാ അറിയാൻ വയ്യാത്തവർക്ക്. ഈ താഴെ തന്നിരിക്കുന്ന 2 കേട്ടോ, ഡിനോമിനേറ്റർ 2വിനെ അത് അതുപോലെ തന്നെ എഴുതുക കേട്ടോ. 12 × 2 12 × 2 24 + 1 25/2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 25/2. ഇനി നമ്മൾ എന്തോ ചെയ്യണം, ഇതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റണം. എന്താ പറഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 100ലോട്ട് മാറ്റണം. അതായത് 25/2 × 100ലോട്ട് മാറ്റാൻ. പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, 100 കേട്ടോ പെർസെൻറ്റേജ്. അപ്പം നോക്കിക്കേ, അപ്പം നമ്മൾ 1/100 ഇട്ട് വേണം ചെയ്യാൻ കേട്ടോ. പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 1/100 ഇട്ട് ചെയ്യണം. നോക്കണേ, ഇവിടെ 25 × 1 25 തന്നെയാണ് അല്ലേ. /2 × 100 200 ആണ്. വെട്ടി ചെയ്യാൻ അറിയാവുന്നവർ വെട്ടി ചെയ്യുക കേട്ടോ. നമുക്ക് എങ്ങനെ ചെയ്യാം നിങ്ങളെ, ഇവിടെ 25ഉം 200ഉം അല്ലേ, 25 നമുക്ക് 25ന്റെ ടേബിളിൽ ചെയ്യാം. ഇനി അഥവാ അറിയാൻ വയ്യാത്തവരെ, ഞാൻ 25ന്റെ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/8 എന്നൊരു 8 25 200 ഒരു 25 20. ഇനി അത് അറിയാൻ വയ്യാത്തവർക്ക് എന്താ നിങ്ങളെ, 5ന്റെ ടേബിൾ വെച്ച് അറിയാവുന്നവർക്ക് അത് ചെയ്യാം കേട്ടോ. എന്താ, 5ന്റെ ടേബിൾ വെച്ചിട്ട് വെട്ടി ചെയ്യാവുന്നവർക്ക് ഇപ്പൊ 5 5 25. അപ്പൊ 200 ആകുമ്പോ എത്ര 5 ചേരുന്നതാണ് 200, എത്ര 3 4 5 400 അല്ലേ. അപ്പൊ 5/400 എന്ന് വരും. അപ്പം വീണ്ടും അതിനെ കേട്ടോ, അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാതെ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ. അതായത് 25 ഒരു 25 25 8 25 എന്താ 200 ആണ് കേട്ടോ. 8 20. ഇനി അതല്ല എന്താ, ഇത് വെട്ടി അല്ലാതെ ഇങ്ങനെ അറിയാൻ വയ്യാത്തവർക്ക് എന്താ നിങ്ങളെ, 25 5ന്റെ ടേബിളിൽ വരും അല്ലേ. 5 5 25 എത്ര 400 4 4 2 അല്ലേ 8 5 4 20 5 4 20. അപ്പൊ എന്താ 40 കേട്ടോ, 40 വരും. അപ്പൊ നമുക്ക് എന്താ, ഇത് 5ന്റെ ടേബിൾ, ഒരു 5 5 8 5 40 കണ്ടോ. എങ്ങനെയായാലും നമുക്ക് എന്താ 1/8 വരും. അപ്പൊ നമ്മൾ ഇതിനെ എന്താക്കി നോക്കാം, നമുക്ക് പെർസെൻറ്റേജിലായിരുന്നു തന്നിരുന്നത്. പെർസെൻറ്റേജിൽ തന്നതിനെ നമ്മൾ എന്താക്കി നിങ്ങളെ, അതിനെ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷനിലോട്ട് മാറ്റി. മനസ്സിലായോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. അടുത്ത നോക്കൂ നിങ്ങളെ, 33 1/3 എന്നാണ്. 33 1/3. ഇത് എന്താണ്, നമുക്ക് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത് അല്ലെ. പെർസെൻറ്റേജ് തന്നിരിക്കുന്നതിനെ നമ്മൾ എന്താക്കണം, ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യയിലോട്ട് മാറ്റുക. നോക്കിയേ, ഇതും എന്താ നിങ്ങളെ, ഇതും മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ എന്തോ മാറ്റണം, 33 താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്യുക, മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടുക. എന്നിട്ട് താഴെ ഏതാണോ സംഖ്യ കിടക്കുന്നത് അത് എഴുതുക കേട്ടോ. അത് തെറ്റിപ്പോവല്ലേ കേട്ടോ. 33 × 3 എത്ര 99 + 1. അതങ്ങനെ എഴുതണ്ട അല്ലേ, 100 അങ്ങ് എഴുതിയാൽ മതി. അതായത് 100/3 ഇതാണ് നമുക്ക് കിട്ടുന്നത്. 100/3. ഇനി ഈ 100/3 എന്താക്കാനാ പറഞ്ഞിരിക്കുന്നത്, പെർസെൻറ്റേജിലോട്ട്. 100/3 നമ്മൾ എന്താക്കുക, 1 പെർസെൻറ്റേജ് ഉണ്ട്. അപ്പൊ എന്താ, 100 × 100 100 × 1 100 ആണ്. 100 × 3 300 ആണ്. എപ്പോഴും ഓർത്തോണേ നിങ്ങളെ, മുകളിലും താഴെയും 0 വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താ, ഈ 0 കട്ട് ചെയ്തു, ഈ 0 കട്ട് ചെയ്തു. പിന്നെ നമുക്ക് എന്തുകൊണ്ട് 1/3 ആണ് ഇവിടെ നമുക്ക് ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷനിലോട്ട് കിട്ടിയത്. മനസ്സിലായോ, രണ്ട് കണക്ക് മനസ്സിലായോ. അതായത് ഫ്രാക്ഷനിൽ തരുന്നതിനെ ഭിന്നസംഖ്യയിലോട്ട് മാറ്റാനും എന്താ
പെർസെൻറ്റേജിൽ തരുന്നതിനെ ഭിന്നസംഖ്യയിലോട്ട് മാറ്റുക എന്നാണ് നമ്മൾ പഠിച്ചത്. ഇത് നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ശതമാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗത്തിനെ ഭിന്നസംഖ്യയായി മാറ്റാൻ ആ സംഖ്യയുടെ 1/100 ഭാഗം കണക്കാക്കണം. മനസ്സിലായോ? നമുക്ക് തന്നിരിക്കുന്ന ഇത് തന്നിരിക്കുന്ന ഏതിലാ? മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്. അത് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഭിന്നസംഖ്യയിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1/100 ഇട്ട് ചെയ്താൽ മതി എന്നാ പറയുന്നത്. ഇതറിയാമെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നാലും ചെയ്യാനറിയാം. ഓക്കെ ആണോ? ഇനി നമുക്ക് മൂന്നാമത്തെ ചെയ്യാം. അപ്പം നോക്കൂ കുഞ്ഞുങ്ങളെ, പേജ് നമ്പർ 188 നട ക്വസ്റ്റ്യനാണ്. ശതമാനമായി പറഞ്ഞിരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ ഭിന്നസംഖ്യയായി മാറ്റാൻ ആ സംഖ്യയുടെ 1/100 ഭാഗം കണക്കാക്കണമെന്നാണ്. ദ എമൗണ്ട് എ പാർട്ട് എക്സ്പ്രസ്ഡ് ആസ് എ പേഴ്സൺ ടു ദ ഫ്രാക്ഷൻസ് ഫോം 1/100 ഓഫ് ദാറ്റ് നമ്പർ ഈസ് ടു ബി കമ്പ്യൂട്ടഡ്. നമ്മുടെ ടെസ്റ്റിൽ അത് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? ടെസ്റ്റ് നിങ്ങൾ നോക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ടെസ്റ്റിനകത്തിൽ കണ്ടോ, ഇത് ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള കാര്യം ബോക്സിനകത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നല്ലപോലെ നോക്കണേ. അപ്പോൾ അതിനകത്തിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 1ഉം 2ഉം നമ്മൾ ചെയ്തു. അതായത് 12.5 എന്ന് പറയുന്നതിനെ നമുക്ക് പേജ് നമ്പർ 188 അതെ 12.5 പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജിൽ തന്നതിനെ നമ്മൾ എന്തോ ആക്കാനാണ്? ഭിന്നസംഖ്യയിലോട്ട് മാറ്റാനാണ്. അപ്പം ഞാൻ അത് 2 ബോക്സ് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് എന്ന് വെച്ചാൽ എളുപ്പ വഴി പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ. നമുക്ക് മിക്സർ ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത് അല്ലേ? മിശ്ര ഭിന്നത്തിൽ തന്നിരിക്കുന്നതിനെ താഴെ തരുന്ന സംഖ്യ കൊണ്ട് ഇൻഡു ചെയ്തിട്ട് മുകളിൽ തന്ന സംഖ്യ കൂട്ടുകയാണ്. അപ്പം അല്ലേ, ഇത് കുറേ നമ്മൾ ചെയ്തതാ, എന്നാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാൻ വേണ്ടി കേട്ടോ. അപ്പം 25/2 ഈ 25/2 എന്നിപ്പോൾ നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജിൽ തരുന്നതിനെ നമുക്ക് ചെയ്യാൻ 1/100 വെച്ച് ചെയ്യണം. 1/100 എന്നല്ല നമ്മൾ സാധാരണ ഏതൊരു സംഖ്യയും നമ്മൾ 100 വെച്ചാണ് ഇത്രയും നേരവും ചെയ്തേ. ഇപ്പം പറഞ്ഞ കുഞ്ഞുങ്ങളെ, പെർസെൻറ്റേജിൽ ഓൾറെഡി നമുക്ക് തന്നേക്കുക അല്ലേ? ഈ പെർസെൻറ്റേജിൽ തന്നേക്കുന്നതിനെ എങ്ങനെ മാറ്റണമെന്നാണ് പറഞ്ഞത്? ഭിന്നസംഖ്യ അല്ലേ? ഭിന്നസംഖ്യയിലോട്ട് മാറ്റാനാണ്. അതായത് ഫ്രാക്ഷനിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ഈ 1/100 ഇട്ട് കൊടുക്കണേ, മറക്കല്ലേ കേട്ടോ. അപ്പോൾ 25 × 1 ഏതൊരു സംഖ്യ നേരിട്ട് അങ്ങ് ചെയ്താൽ 25 × 1 25, 2 × 100 200. ഇതിനെ നമ്മൾ സ്മാളസ്റ്റ് ഫോം അല്ലെ ലോവസ്റ്റ് ഫോം, ഇതൊക്കെ നമ്മൾ പഠിച്ച റെഡ്യൂസ്ഡ് ഫോം അല്ലേ, ചെറുതാക്കുക, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ടൈമിൽ പഠിച്ചല്ലേ. അപ്പോൾ 1/8. ഇനി 6 1/4 അല്ലേ? രണ്ടാമത്തെ കുഞ്ഞുങ്ങളെ, ഞാൻ 2:33 ചെയ്തേ അല്ലേ, നമ്പർ ഇട്ടില്ലായിരുന്നത് കേട്ടോ. 6 1/4 ആണെങ്കിൽ എങ്ങനെ ചെയ്യും നോക്കിക്കേ. താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻഡു ചെയ്യുക. 6 × 4 6 4 24 1 25. എപ്പോഴും ഓർത്തോണേ കുഞ്ഞുങ്ങളെ, മിശ്ര ഭിന്നം അല്ലേ? അതായത് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റുക എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റുക, ഇതാണ് കറക്റ്റ് ഇംഗ്ലീഷിൽ. അപ്പം മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നത്തിലോട്ട് മാറ്റുക. ഇതിപ്പോൾ ചെയ്യാൻ വിഷമമാണെന്ന് തോന്നുന്നല്ലേ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻഡു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യ കൂട്ടിയാൽ മതി. 6 × 4 6 4 24 1 25. താഴെ കിടക്കുന്ന സംഖ്യ അതായത് ഡിനോമിനേറ്റർ എന്താണോ തരുന്നത് അത് താഴെ എഴുതണം കേട്ടോ. അപ്പോൾ 25/4. ഇനി നമ്മളോട് പറഞ്ഞു നമുക്ക് പെർസെൻറ്റേജ് തരികയാണെങ്കിൽ അതിനെ ഭിന്നസംഖ്യ അല്ലെ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ 1/100 ഇട്ട് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ 25/4 ആണ്. അതിനെ 25 വെച്ച് 1/1000 25 × 2 25 4 × 100 400 25/400 25/400 നമ്മൾ സ്മാളസ്റ്റ് ഫോം അല്ലെ റെഡ്യൂസ് ഫോമിലോട്ട് മാറ്റുമ്പോൾ 25ഉം 400ഉം ഈ 5ഒക്കെ ലാസ്റ്റ് വന്ന 5ന്റെ ടേബിൾ അങ്ങ് എഴുതിയാൽ മതി. 5ഉം 0 വന്നാൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ആ 5ന്റെ ടേബിൾ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ 25 5ന്റെ ടേബിളിൽ 5 5 25 അല്ലേ. 400 വരുന്നത് 8 5 40 അല്ലേ. 8 5 40, പിന്നെ ഇവിടെ ഒരു 0 കൂടെ ആകുമ്പോൾ 85 400 ഇതൊക്കെ ചെയ്ത് നോക്കണേ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അതായത് 400നെ അല്ലേ മാറ്റി ഇട്ടിട്ട് 5 വെച്ച് ചെയ്താലും മതിയെന്ന്. ഇനി അത് അറിയത്തില്ല കേട്ടാ. 8 5 40, പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്, ആ 0ത്തിനെ മേളിൽ കൊടുക്കുക കേട്ടോ, അറിയാൻ വയ്യാത്തവർക്കാണേ. അപ്പോൾ 5/80. ഇതിനെ വീണ്ടും നമുക്ക് ലോവസ്റ്റ് റെഡ്യൂസ് ചെയ്യാം അല്ലേ. 5ഉം 80ഉം 5ന്റെ ടേബിളിൽ പറ്റും. 1 5 5 16 5 80. അപ്പം 1/16 ആണ് അതിൻ്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. മിക്സർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിൽ തരുന്ന ഒരു സംഖ്യയെ അത് പെർസെൻറ്റേജ്
പേഴ്സൻറ്റേജിൽ തരുന്ന സംഖ്യയെ നമ്മൾ എന്താക്കുക, ഫ്രാക്ഷനിലോട്ട് അല്ലെങ്കിൽ ഭിന്നസംഖ്യയിലോട്ട് മാറ്റാൻ തന്നിരിക്കുന്ന സംഖ്യയെ എന്ത് ചെയ്യുക, 1/100 ഇട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിയേ, 33 1/3 അത് നമ്മൾ ചെയ്തല്ലേ. 33 × 3 99, 99 100/3, 100/3 1/100 ഇട്ട് ചെയ്യുമ്പോൾ 1/3. നമ്മളതിപ്പോൾ ബോർഡേ ചെയ്തതാണ്. 66 2/3 എന്താ, താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു ചെയ്യുക. 62 × 3 അല്ല 66 × 3 198 അല്ലേ. 198 അധികം 2 200 200/3. അതിനെ നമ്മൾ എന്താക്കുക, 1/100 ഇട്ട് ചെയ്യുക. നമ്മൾ വിചാരിക്കും ഇത് ചെയ്ത് കഴിയുമ്പോൾ തീർന്നു എന്ന് വിചാരിക്കരുത്. അതിനെ എന്താക്കണം, ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ എന്താ. എന്നാലും ചോദിക്കും ഇത് ഫ്രാക്ഷൻ അല്ലയോ എന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല നിങ്ങളെ? ഫ്രാക്ഷന് ചെയ്യാനല്ലേ നമ്മളോട് പറഞ്ഞത്. അതിപ്പോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ ആയില്ലേ. ഭിന്നസംഖ്യ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ 1/100 ഇട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നല്ലേ. 1/100 ഇട്ട് ചെയ്യുമ്പോൾ എന്താ, 2/3 റെഡ്യൂസ് ആവും അല്ലേ. 2/3 ഇതെങ്ങനെ സംശയം ഉണ്ടാവും നിങ്ങളെ. 2 × 100 200, 3 × 100 300. ഇതിൻ്റെ ഈ 0 ഈ 0 ഈ 0 ഈ 0 വെട്ടിപ്പോയി. മുകളിൽ കിടക്കുന്ന 0ത്തിനെ താഴെ കിടക്കുന്ന 0 വെട്ടിക്കളയാം അല്ലേ. അപ്പോൾ എന്താ, 2/3 വരും. ഓക്കെ ആണോ നിങ്ങളെ? എളുപ്പമായി കണക്ക് കേട്ടോ, എളുപ്പമുള്ളൊരു കണക്കാണ്. ഓക്കെ, ആ പേജ് കഴിഞ്ഞു. അടുത്തത് 16 2/3 എന്താ നിങ്ങളെ, 16 2/3. എങ്ങനെയാ, താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു ചെയ്യുക. 16 × 3 48 പ്ലസ് 2 മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടുക. അപ്പോൾ എത്ര, 50/3. ഈ 3 എവിടെ നിന്ന് വന്നെന്ന് അറിയാമല്ലോ. എന്താണോ താഴെ തരുന്നത് ആ 3 ഈ 3 കേട്ടോ. അപ്പോൾ എത്ര വന്നു കുഞ്ഞുങ്ങളെ, 50/3 അല്ലേ. 50/3 എന്ന് വെച്ചാൽ എത്ര, ആ 50/3 എന്താക്കണം കുഞ്ഞുങ്ങളെ, 50/3 എന്താ, 1/100. അതായത് ഭിന്നസംഖ്യയിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ പറഞ്ഞു 1/100 വെച്ച് ചെയ്യണമെന്ന്. അപ്പോൾ എത്ര, 1/100 വെച്ച് ചെയ്തപ്പം 50 × 1 50 അല്ലേ. 3 × 100 300. 50യെ 300 ചെയ്യുമ്പോൾ എന്താ, ഈ 0 വെട്ടിപ്പോയി. പിന്നെ എത്ര ഉണ്ട്, 50/300 0 വെട്ടിപ്പോകുമ്പോൾ 5/30. 5 30 5ൻ്റെ ടേബിളിൽ വരും അല്ലേ. ഒരു 5 പിന്നെ 30 ആകുമ്പോഴോ 6 5 30. ഓക്കെ ആണോ? അടുത്തത് 83 1/3. എത്ര നിങ്ങളെ, 88 1/3. സംഖ്യ തിരിഞ്ഞു പോലെ. 88 1/3%. 88നെ 3 കൊണ്ട് എന്താ, 88 തന്നെ ആണെന്ന് കുഞ്ഞുങ്ങൾ. 83 കേട്ടോ, അതാ ഞാൻ പറഞ്ഞത്. 83 ആണ്. 83 കേട്ടോ. അപ്പോൾ 83നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 1 കൂട്ടുക. 88നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 88 അല്ല 83 എപ്പോഴും വരും. 83നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 എത്ര, 249. ആ 249ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 250/3 അല്ലേ. ഇനി ഇതിനെ എന്ത് ചെയ്യണം, ഫ്രാക്ഷനിൽ തരുന്നതിനെ നമ്മളെന്താ, ഫ്രാക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ 1/100 അല്ല, പേഴ്സൻറ്റേജിലല്ലേ തന്നേക്കുന്നത്. അതുകൊണ്ട് കേട്ടോ, പേഴ്സൻറ്റേജിൽ തന്നതിനെ ഭിന്നസംഖ്യ അല്ലെ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ 1/100 വെച്ച് ഇൻറ്റു ചെയ്യണമെന്ന്. അപ്പോൾ എന്താ, 250 × 1 250, 100 × 3 300. 0 വെട്ടിക്കളയരുതോ കുഞ്ഞുങ്ങളെ. മുകളിലും താഴെയും 0 വന്നാൽ വെട്ടരുതോ? ഓക്കെ, വെട്ടാം. 25/30. ഈ 25 30 ഏതിൻ്റെ ടേബിളിൽ വരും, 5ൻ്റെ ടേബിളിൽ വരും. എത്ര, 5 5 25, 6 5 30. ഇതിനൊരു എളുപ്പവഴിയുണ്ടോ കുഞ്ഞുങ്ങളെ, നമുക്ക് തരുന്ന ഇതിപ്പോൾ എല്ലാം നമുക്ക് തന്ന എല്ലാം എന്താ, മിക്സർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തിലാണ് തന്നത് അല്ലേ എല്ലാം. ഇനി അല്ലാതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പെർസെൻറ്റേജ് ഇട്ട് ചെയ്തോണം കേട്ടോ. എന്നിട്ട് 1/100 ഇട്ട് ചെയ്യണം. ഞാൻ ഇച്ചിരി സ്പീഡ് കൂടുതലുണ്ടോ കുഞ്ഞുങ്ങളെ, ഇച്ചിരി സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിലെ എക്സസൈസ് കൂടെ ചെയ്യാനുള്ളതുകൊണ്ട് ഒരു ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, എളുപ്പ വഴിയിലെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ വെട്ടാനുള്ളത് ഒറ്റയടിക്ക് നിങ്ങളെ വെട്ടിക്കാണ്ട് കാണിക്കുന്നില്ല. ആ സംഖ്യ എഴുതിയിട്ട് പിന്നീട് കണ്ടോ 50/300 എന്നുള്ളത് ഞാൻ വെട്ടി ആദ്യം കാണിച്ചില്ല. കാരണം പിന്നീടാണ് അതിനെ വെട്ടുമ്പോൾ 5/30 എന്നൊക്കെ വന്നേക്കുന്നത്. അങ്ങനെ എല്ലാം അങ്ങനെ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് ഇച്ചിരി സ്പീഡ് കേട്ടോ. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ബാക്കിയും കൂടി എടുക്കണ്ടേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നമ്മുടെ ടെസ്റ്റിലെ ഏതാണ്ട് ബോക്സിലെ കണക്കുകളാണ് ഈ ചെയ്തത് കണ്ടോ. ഇതിൻ്റെ കാരണം ഇതെല്ലാം എന്താണ്, മിക്സർ ഫ്രാക്ഷനിൽ തന്നേക്കുന്നതിനെ നമ്മളെന്താ ഭിന്നസംഖ്യയിലോട്ട് മാറ്റിയതാണ്. മിക്സർ ഫ്രാക്ഷനിൽ തന്നത് പെർസെൻറ്റേജിലാണ് തന്നേക്കുന്നത്. അതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ 1/100 ഇട്ട് ചെയ്താൽ മതി. പിന്നെ എപ്പോഴും ഓർത്തോണം, മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പറിലോട്ട് മാറ്റിയിട്ടിട്ടേ ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതൊക്കെയും ചെയ്യാമെന്ന് നിങ്ങളൊന്നും അത്ര ആയില്ലോ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എപ്പോഴും മിക്സർ ഫ്രാക്ഷൻ തന്നെ അങ്ങ് ഇംപ്രോപ്പർ ആക്കിക്കോണം കേട്ടോ. അതിനറിയാമല്ലോ, നമ്മൾ കുറേ ചെയ്തതാണ് കേട്ടോ. അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ ഈ താഴെ തരുന്ന സംഖ്യ ഏതാണോ, താഴെ തരുന്ന സംഖ്യ എന്ന് വെച്ചാൽ അതിനെ അങ്ങ് ഇൻഡ്യൂ ചെയ്തിട്ട് മുകളിൽ തന്നിരിക്കുന്ന സംഖ്യ അത് ഏതാണോ അത് കൂട്ടുക ചെയ്യേണ്ട കേട്ടോ, തെറ്റിക്കല്ലേ. ഓക്കെ, അടുത്തത് നോക്കിയേ നിങ്ങളെ, പേജ് നമ്പർ നോക്കിയേ.
പിന്നെ ഇതിനകത്തിൽ നമ്മൾ ഈ പറഞ്ഞ കണക്കുകൾ തന്നെ കുഞ്ഞുങ്ങളെ ഈ ചെയ്തേക്കുന്നതുകൊണ്ട് കണ്ടോ 12.5 എന്ന് പറയുന്നതിനെ കണ്ടോ 12.5 നമ്മൾ എന്താ കുഞ്ഞുങ്ങൾ ഇവിടെ ചെയ്തേക്കുന്നത് നോക്കിക്കേ. അതിനെ 25/100 കണ്ടോ വന്നതും 1/8. അതിപ്പോൾ നമ്മൾ ചെയ്തതാണ്. നോക്കിക്കേ അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ. ഒരു പരീക്ഷ എഴുതിയ നോക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഒരു പരീക്ഷ എഴുതിയ 120 കുട്ടികളിലെ ഓക്കെ അത് തന്നെ ഒരു പരീക്ഷ എഴുതിയ 120 കുട്ടികളിൽ 110 പേർ ജയിച്ചു. ചോദ്യം നോക്കണേ, ഒരു പരീക്ഷ എഴുതിയതിൽ 120 കുട്ടികളിൽ 110 പേരും ജയിച്ചു. എത്ര പേരാണ് എഴുതിയത്? 120 പേരാണ്. അതിൽ 110 പേരും ജയിച്ചു. ഈ ജയിച്ചവരുടെ എണ്ണം പരീക്ഷ എഴുതിയവരുടെ എണ്ണത്തിൻ്റെ എത്ര ശതമാനമാണ്? 120 ചിൽഡ്രൻസ് took a test and 110 of them passed it. What percent of those who took the test passed it? ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. എന്നാലും ചിലർക്ക് ഇത് എങ്ങനെ കിട്ടി എന്നൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചെയ്തിട്ടേക്കുന്ന കണക്ക് പറഞ്ഞത്. അതായത് ഇവിടെ നിങ്ങൾ എപ്പോഴും ഓർത്തണം മൊത്തം എണ്ണം എത്രയാണെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വേർഡ് പ്രോബ്ലം തരുമ്പോൾ നിങ്ങൾ ആദ്യം എന്താ കുഞ്ഞുങ്ങളെ ചെയ്യേണ്ടത്? മൊത്തം എണ്ണം, അത് ഏതോ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, മൊത്തം എണ്ണം എത്രയാണെന്ന് നോക്കുക. അതെന്താ താഴെ എഴുതുക. ഏത് താഴെ? വരയ്ക്ക് താഴെ എഴുതുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇല്ലേ, അപ്പോൾ അത് വരയ്ക്ക് താഴെ എഴുതുക. എളുപ്പവഴി പറയാം കേട്ടോ. എന്നിട്ടോ ഇവിടെ നോക്കിക്കേ, മൊത്തം പരീക്ഷ എഴുതിയത് 120 കുട്ടികളാണ് അല്ലേ, അപ്പോൾ അത് വരയ്ക്ക് താഴെ എഴുതണം കേട്ടോ. ഇനി എത്ര പേര് ജയിച്ചു? ഇനി ഇതുപോലെ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് ഒരു എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ. എത്ര പേര് ജയിച്ചു? എത്ര പേരാവും നിങ്ങളെ? 110 പേര് ജയിച്ചു. ഇപ്പം പിടി കിട്ടിയോ? മൊത്തം എണ്ണം എത്രയാണോ അത് വരയ്ക്ക് താഴെ. അതിന് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയാം നിങ്ങളെ. ഇവിടെ നോക്കിയേ, ഒരു പരീക്ഷ എഴുതിയ 120 കുട്ടികൾ, അപ്പം മൊത്തം എത്രയാ? 120. അത് വരയ്ക്ക് താഴെ കൊടുക്കണം. മനസ്സിലായോ? 120. ഇനിയോ എന്നിട്ട് കുട്ടികളിൽ ആകെ ജയിച്ചത് 110 പേരാണ്. എന്താവും നിങ്ങളെ? ആകെ ജയിച്ചത് 110 പേര്. അപ്പോൾ അത് മുകളിൽ കൊടുക്കുക. ജയിച്ചവരുടെ എണ്ണം പരീക്ഷ എഴുതിയവരുടെ, അതായത് 120 മൊത്തം എണ്ണത്തിനെ താഴെ എഴുതിയിട്ട് ജയിച്ചവരെ മുകളിൽ കൊടുക്കുക കേട്ടോ. എണ്ണത്തിൽ എത്ര ഉണ്ട്. ഇനി അതിനെ നോക്കിക്കേ, നമ്മളിത് എന്താ 110/120 എന്നുള്ളതിനെ ചെയ്യാൻ എളുപ്പത്തിന് എന്താവും നിങ്ങളെ? ഈ പൂജ്യവും കട്ട് ചെയ്തു. ബാക്കി ഏതാ? 11/12. ഈ 11/12 ഏതിൻ്റെയും ടേബിളിൽ വരുന്നതാണോ? ഏതെങ്കിലും ടേബിളിൽ വരുന്നതാണോ? ഇല്ല. അപ്പോൾ അത് അവിടെ നിർത്തി. 11/12 നമുക്കിവിടെ കിട്ടിയത്. ഇനി എന്താ ചെയ്തേ? നമുക്ക് ഈ കിട്ടി. ഇതിപ്പോൾ എന്താവും നിങ്ങളെ? ഇതിപ്പോൾ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റി അല്ലേ. ഇനി ഇതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റി ചെയ്യണ്ടേ? നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ കുഞ്ഞുങ്ങളെ? ഈ എണ്ണത്തിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. എന്താ? എഴുതിയവരുടെ എത്ര ശതമാനമാണെന്നാണ്. അപ്പോൾ എങ്ങനെയാണ്? നമ്മളത് ശതമാനത്തിലോട്ട് മാറ്റണം. എക്സ്പ്രസ് പെർസെൻറ്റേജ് അല്ലേ. എങ്ങനെ എഴുതും കുഞ്ഞുങ്ങൾ? അത് ഇംഗ്ലീഷുകാർക്ക് ഉണ്ട് കേട്ടോ, പേടിക്കണ്ട കേട്ടോ. പാസ്ഡ് ടെസ്റ്റ് 1/12. ടു എക്സ്പ്രസ് ആസ് എ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് 100 ടൈംസ് എന്ന് വെച്ചാൽ 10, അതായത് ശതമാനമാക്കി പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നതിനെ 11/12 ശതമാനമാക്കി പറയുമ്പോൾ 11/12 100 മടങ്ങ്. മലയാളംകാരെ എങ്ങനെ എഴുതണം കേട്ടോ. 100 ടൈംസ് എന്ന് വെച്ചാൽ 100 മടങ്ങ് എന്നാണ്. ഇതൊക്കെ എഴുതിയത് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഒരു പരീക്ഷ എഴുതിയ 120 കുട്ടികളിൽ 110 പേർ ജയിച്ചു. നമ്മൾ ആ തന്നതിനെ എന്ത് ചെയ്തു? ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റിയപ്പം 11/12 എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ? നിങ്ങൾ അതിനെ എത്ര പെർസെൻറ്റേജ്, ഈ എഴുതിയവരുടെ എണ്ണത്തിൻ്റെ എത്ര ശതമാനമാണെന്ന് കാണാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മുമ്പ് പഠിച്ചതല്ലേ കുഞ്ഞുങ്ങളെ? 11/12 × 100. 11 പെർസെൻറ്റേജ് എന്ന് കേൾക്കുമ്പോഴേ എന്താ? × 100. 11/12 × 100 എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 11 × 100 കേട്ടോ. അങ്ങനെ ഇത് മേളിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താ കുഞ്ഞുങ്ങളെ? വെട്ടി ചെയ്യാൻ അറിയാവുന്നവർ മെനക്കെട്ടാൽ മതി കേട്ടോ. വെട്ടി ചെയ്യാൻ അറിയാവുന്നവർ വെട്ടി ചെയ്യുക. എന്ത് ഈ വെട്ടി ചെയ്യുക എന്താ കുഞ്ഞുങ്ങളെ? അതായത് ഇപ്പോൾ നോക്കിയാൽ 11/12 ഞാൻ നിങ്ങളോടൊന്ന് കാണിക്കാം. എന്നിട്ട് നമ്മുടെ ചോദ്യം നോക്കണേ കുഞ്ഞുങ്ങളെ. 11/12 × 100 എന്നല്ലേ ആണല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കാണാൻ പറ്റുന്നുണ്ടോ? 12 എന്നാ. ഇതിന് എന്താണെന്നറിയോ? ഇപ്പോൾ 11 ഒന്നുകിൽ നമുക്ക് എന്താ 11 ഇട്ടിട്ട് × 100/12 എന്നാണ്. 11നെ 100 വെച്ച് ഇൻറ്റു ചെയ്യുക. 11നെ 100 വെച്ച് ചെയ്യുമ്പോൾ 11 ഇട്ടിട്ട് 2 0 കൊടുത്തിട്ട് /12 കണ്ടോ. ഇത് ഇനിയിപ്പോൾ 1100നെ 12 വെച്ച് മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇതങ്ങ് പോകും. ഇനി ഇതിനൊരു എളുപ്പവഴി എന്താവും നിങ്ങളെ? ഇവിടെ നോക്കിക്കേ, 100ഉം 12ഉം ഈവൻ നമ്പറുകളാണ്
അല്ലേ? 100ഉം 12ഉം ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആകുമ്പോൾ അവർക്ക് തങ്ങളി വെട്ടിപ്പാം. എന്തോന്നറിയോ, ഈ 12ന്റെ ഹാഫ് എത്ര കുഞ്ഞുങ്ങളെ? അതായത് 12ന്റെ പകുതി 6 അല്ലേ? 100ന്റെ പകുതി എത്ര കുഞ്ഞുങ്ങളെ? 50 കേട്ടോ. ഇനി 6ന്റെ പകുതി എത്ര? 3 അല്ലേ? 50ന്റെ പകുതി എത്ര? 25 മനസ്സിലായോ? ഇനി 3ന്റെ പകുതി ആകുമ്പോൾ 1.5 വരും. അരയൊന്നും എടുക്കണ്ട നിങ്ങൾ. അപ്പം നമുക്കിവിടെ എത്ര വെട്ടി പോയപ്പോൾ എന്തോ കിട്ടി? വെട്ടാൻ അറിയാമെങ്കിലേ വെട്ടാവേ. ഇതിനകത്തിലൊന്നുമില്ല കുഞ്ഞുങ്ങളെ, ഹാഫ് അടിച്ച് പോയത് അല്ലേ? പകുതി കേട്ടോ. എപ്പോൾ പോയിന്റ് വരുന്നോ അവിടെ അങ്ങ് നിർത്തിയേക്കും. ഇപ്പം നോക്കിയാൽ 3ന്റെ പകുതി ആകുമ്പോൾ 1.5 വരും. നിങ്ങൾ അങ്ങനെ ഒന്ന് 25ന്റെ പകുതി ആകുമ്പോൾ 12.5 വരും. അതൊന്നും നിങ്ങൾ എടുക്കണ്ട, അവിടെ കൊണ്ടങ്ങ് നിർത്തിയാൽ മതി. അപ്പം നമുക്ക് ഇവിടെ എത്ര കിട്ടി? 11 × 25/3 കിട്ടിയില്ലയോ? ഇല്ലേ? വെട്ടിക്കഴിഞ്ഞ് ബാക്കി എന്തുകൊണ്ട്? 11 × ഇവിടെ വെട്ടിയതിൻ്റെ ബാക്കി 25/3 മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് പോകണം കുഞ്ഞുങ്ങളെ കേട്ടോ. 1100നെ 12 വെച്ചൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പോയിന്റുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് ഡൗട്ട് വരുന്നത്. നിങ്ങൾ 7ലല്ലേ ഉള്ളൂ. അപ്പം ഇത് വെട്ടി ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പകുതി ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇപ്പോൾ 12ന്റെ പകുതി എത്ര? 6, 6ന്റെ പകുതി എത്ര? 3, 100ന്റെ പകുതി എത്ര? 50, 50ന്റെ പകുതി എത്ര? 20. അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇങ്ങനെ ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 11 × 25 എത്ര കുഞ്ഞുങ്ങളെ? 11 × 25 അത് നമ്മളിവിടെ ചെയ്തിട്ടിട്ടുണ്ട്. എത്ര? 11 × 25 അല്ലെ? 25 × 11 എന്ന് പറയുന്നത് 275. നിങ്ങളൊന്ന് മാറ്റിയിട്ടൊക്കെ ചെയ്യണം കേട്ടോ. 275. ആ 275നെ നമ്മൾ എന്ത് ചെയ്യണം നോക്കിയേ? 275നെ ഏതാണ്ട് ഇവിടെ ഒരു 11 × 25 275 ബൈ ഇവിടെ ഒരു 3 കിടപ്പുണ്ടേ, ചാടി കയറി എഴുതി കഴിഞ്ഞെന്ന് പറഞ്ഞിരിക്കല്ലേ, ബൈ 3 കണ്ടോ? 275/3. അപ്പോൾ എത്ര? 275നെ ദാണ്ട 3 വെച്ച് എല്ലാം ചെയ്തിട്ടുണ്ടോ നിങ്ങളെ? 3 വെച്ച് ചെയ്യുമ്പോൾ 91. ഡിവൈഡ് ചെയ്യാനൊക്കെ അറിയാവേ. അതായത് 9 3 27. അപ്പോൾ ബാക്കി ഒരു 5 ഉണ്ടായിരുന്നു. ഒരു 3 3 ശിഷ്ടം 2. നോക്കിക്കേ, ഇവിടെ ശിഷ്ടം വന്നു. അപ്പോൾ എന്തോ ചെയ്യും? തീർന്നു അല്ലേ? ശിഷ്ടം വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല കുഞ്ഞുങ്ങളെ. ഇവിടെ തന്നിരിക്കുന്ന കോഷ്യൻറ്റിനെ ഫസ്റ്റിൽ എഴുതുക 91. അതിന് സംശയമില്ലല്ലോ കോഷ്യൻ്റ്. ഇനി ഡിവൈസർ എത്രയാണ് നോക്കിക്കേ? 3. അതിനെ താഴെ, കാരണം ഈ 3 തുടക്കം മുതലേ നമ്മൾ ഇതിന് താഴെ എഴുതിയേക്കുന്നത്. അപ്പോൾ ആ 3നെ അതുപോലെ എഴുതുക. ലാസ്റ്റ് റിമൈൻഡർ ശിഷ്ടം എത്രയാണോ അത് മുകളിൽ എഴുതുക. അപ്പോൾ എത്ര? 91 2/3%. പരീക്ഷ എഴുതിയവർ വിജയിച്ച കേട്ടോ. അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതും? നമുക്ക് എങ്ങനെ ചോദ്യം എന്തായിരുന്നു നമ്മളുടെ? എഴുതിയവരുടെ എണ്ണത്തിൻ്റെ എത്ര ശതമാനമാണ് ജയിച്ചതെന്ന് അല്ലേ? പരീക്ഷ എഴുതിയതിൽ 120 പേരിൽ 110 പേർ ജയിച്ചു എന്ന് പറഞ്ഞാൽ 100ൽ 91 2/3% വിജയിച്ചു എന്നാണ് ചോദ്യം. നമ്മളോട് എന്താവും നിങ്ങളെ? പരീക്ഷ 120 പേര് എഴുതിയതിൽ 110 പേര് ജയിച്ചു. ഈ ജയിച്ചു നമ്മുടെ SLCയുടെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ TV കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളെ? 99.95% ആൾക്കാരും ജയിച്ചു അല്ലെ? 88.8% ആൾക്കാരും ജയിച്ചു എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അത് എങ്ങനെ അറിയുന്നത്? കണ്ടോ, ഇപ്പം മനസ്സിലായോ? അപ്പോൾ ഇവിടെ 120 പേരിൽ 110 പേരും ജയിച്ചു എന്ന് വെച്ചാൽ അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റിയപ്പോൾ കിട്ടിയത് കണ്ടോ? 91 2/3% ആൾക്കാർ ജയിച്ചു എന്ന്. ഇപ്പോൾ പിടി കിട്ടിയോ? ഈ 100 ഒക്കെ വന്നേ അറിയാവേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കണേ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞതാണ്. എത്രയാണോ ചെയ്യാൻ തന്നത് അത് ഇപ്പം ഇത് മനസ്സിലായല്ലോ, അടുത്ത് പറയുമ്പോൾ മനസ്സിലാക്കി തരാം കേട്ടോ. മനസ്സിലായല്ലോ? ഒരു ഡൗട്ടും ഇല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ? അടുത്ത രണ്ടാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ. അതായത് ടെസ്റ്റിലെ ചോദ്യം നിങ്ങൾക്ക് അറിയാം കുഞ്ഞുങ്ങളെ. ഇത് ഞാൻ പറഞ്ഞു തരണോ? അതായത് നോക്കിയേ, 10,000 രൂപ വാങ്ങിയ ഒരു മേശ, ചോദ്യം നോക്കണേ, ചെയ്തിട്ടുണ്ട് എന്നാലും അങ്ങ് പറഞ്ഞിട്ട് പോവാം. 10,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു മേശ 10,550 രൂപയ്ക്ക് വിറ്റു. CP SP ഒക്കെ കാണാൻ അറിയാം. ഞാൻ വെറുതെ ഒന്ന് പറയുകയാണേ. CP എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ് 10,000 രൂപയാണേ. ഞാൻ വെറുതെ അങ്ങ് പറയുക, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേരെ. SP എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില എത്ര? 10,500 രൂപ. 10,550, 500 അല്ല 550. എപ്പോഴും നമ്മളൊരു സാധനത്തിൻ്റെ വിലയിൽ നിന്നും സാധനം വിൽക്കുമ്പോൾ നമുക്ക് SP ആണ് കൂടുതലെങ്കിൽ, എന്ന് വെച്ചാൽ വിൽക്കുമ്പോഴാണ് കൂടുതലെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് ലാഭം കിട്ടിയത്? ഇവിടെ 550 രൂപ നമുക്ക് ലാഭം കിട്ടി. SP CP എന്നൊക്കെ കണ്ടാൽ പേടിക്കേണ്ടാവും നിങ്ങൾ കേട്ടോ. CP എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ്, ഒരു സാധനത്തിൻ്റെ വില എന്ന് ഉദ്ദേശിച്ചതേ ഉള്ളൂ കേട്ടോ. 10,000 രൂപയ്ക്ക് വാങ്ങിയത് വിൽക്കുക എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസാണ്. വിറ്റപ്പോൾ എന്താ 10,550 രൂപ കിട്ടിയെന്ന്. അപ്പോൾ 550 രൂപ അങ്ങനെ ലാഭം കിട്ടിയില്ലേ? ആരായാലും അദ്ദേഹത്തിന് 550 രൂപ ലാഭം കിട്ടി. ഇനി നിങ്ങളോട് ചോദിച്ച എന്താണെന്നറിയോ? ഈ 550 രൂപ അതിൻ്റെ എന്താ പ്രോഫിറ്റ് പെർസെൻറ്റേജിലോട്ട് കാണാനാണ് പറഞ്ഞത്. എന്താ നിങ്ങളെ? പ്രോഫിറ്റിനെ എത്ര ശതമാനമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്.
ശതമാനമാണെന്നാണ് ചോദിച്ചത് കേട്ടോ. പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പം എന്താണെന്നറിയോ, ഇത് കറക്റ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് കിട്ടിയത് ആ കിട്ടിയ പ്രോഫിറ്റ് ബൈ CP എന്ന് വെച്ചാൽ CP ഒരു സാധനത്തിൻ്റെ വില ഇൻറ്റു 100 ആണ് കേട്ടോ. എൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ നിങ്ങൾ പേടിക്കണ്ടാവും നിങ്ങളെ. നമുക്കിപ്പോൾ കിട്ടിയ ലാഭമില്ലേ, ലാഭം, ആ ലാഭത്തിൻ്റെ ലാഭം ബൈ ആ സാധനത്തിൻ്റെ വില കേട്ടോ. മലയാളം ഇംഗ്ലീഷുകാർക്ക് ഞാനിതിൽ എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ. ഒരു സാധനം നമുക്കിവിടെ ലാഭമല്ലേ കുഞ്ഞുങ്ങളെ കിട്ടിയത്, ആ ലാഭം ബൈ CP എന്ന് വെച്ചാൽ ആ സാധനത്തിൻ്റെ വില എത്രയായിരുന്നു, 10,500 രൂപയായിരുന്നു ആ സാധനത്തിൻ്റെ വില. വിറ്റപ്പോഴല്ലയോ അദ്ദേഹത്തിന് 10,500 കിട്ടിയത്, 550 കിട്ടിയത് അല്ലേ. അപ്പം CP ഇൻറ്റു 100, കാരണം അതിന് ഇൻറ്റു 100 പ്രോഫിറ്റ് എത്ര കുഞ്ഞുങ്ങളെ, 550 രൂപ പ്രോഫിറ്റ് ആയിരുന്നു. സാധനത്തിൻ്റെ വില 10,000 രൂപയായിരുന്നു കേട്ടോ. 10,000 ആണ്. 10,000-ന് എത്ര, 4 0 ഇൻറ്റു 100. അപ്പം ഈ 0 ഈ 0 പോയി, ഈ 0 ഈ 0 പോയി, ഈ 0 ഈ 0 പോയി. അപ്പം എത്ര വന്നു ബാക്കി, 55/10 വരും കേട്ടോ. എത്ര നിങ്ങളെ ബാക്കി 0 എല്ലാം വെട്ടി. ഇതൊരു എളുപ്പവഴി പറഞ്ഞതേ ഉള്ളേ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങളെ? അതായത് നമുക്ക് ഇവിടെ ഇത്രയും ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ. 10,000 രൂപയുടെ സാധനം ആരോ ആയിക്കോട്ടെ 10,550 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അദ്ദേഹത്തിന് 550 രൂപ ലാഭം കിട്ടി. ലാഭം എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിലാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മലയാളംകാർക്കാണ് ലാഭം, ഇംഗ്ലീഷുകാർക്ക് പ്രോഫിറ്റ്. നിങ്ങൾ അതിനെ എന്താക്കാനാണ് പറഞ്ഞത്, പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ, പ്രോഫിറ്റിനെ എന്താ പ്രോഫിറ്റ് ആണെങ്കിൽ ബൈ നമ്മുടെ യഥാർത്ഥ വിലയായ CPയെ എന്ത് ചെയ്യുക, ഇൻറ്റു 100, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് എത്ര കുഞ്ഞുങ്ങളെ, 550 രൂപയായിരുന്നു നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്, ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അതേ ബൈ ആ സാധനത്തിൻ്റെ വിലയായ 10,000 ഇൻറ്റു 100. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി മുകളിൽ കിടക്കുന്ന 0-നെ താഴെ കിടക്കുന്ന 0 വെട്ടിക്കളയാം. മേളിൽ 3 0 ഉണ്ടായിരുന്നു, താഴെ 3 0 എടുത്തു കളഞ്ഞു. ബാക്കി 55/10. എപ്പോഴും ഓർത്താൽ മതി, നമ്മൾ എന്താ ഡെസിമലി പഠിച്ചതാണ്. താഴെ ഒരു 0 വരുവാണെങ്കിൽ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. മുകളിലത്തെ സംഖ്യ അതുപോലെ എഴുതുക. ഒരു 0 അപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളിത് ഏത് രീതി വേണമെങ്കിലും പഠിക്കാം എൻ്റെ കുഞ്ഞുങ്ങളെ. ഞാനിതൊന്നും എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും എളുപ്പമായിട്ട് അറിയായിരിക്കും. ഞാനീ പറയുന്നത് കേട്ട് തെറ്റിക്കല്ലേ കേട്ടോ. ഇത് CP SPയും കോസ്റ്റ് പ്രൈസ് ഒക്കെ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ വേണ്ടി ഇത് എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതൊരു എളുപ്പ ഇക്വേഷനാവും കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ടെസ്റ്റിലെ എക്സസൈസ് നോക്കൂ. 750 കുട്ടികളുള്ള ഒരു സ്കൂളിൽ 450 പെൺകുട്ടികളുണ്ട്. നോക്കണേ നിങ്ങളെ, മുമ്പ് ഞാൻ പറഞ്ഞ ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. 750 കുട്ടികളുള്ള ഒരു സ്കൂളിൽ 450 പെൺകുട്ടികളുണ്ട്. ആകെ കുട്ടികളുടെ എത്ര ശതമാനമാണ് പെൺകുട്ടികൾ? ഇതെന്തൊരു ചോദ്യം അല്ലേ. ഇൻ എ സ്കൂൾ there are 750 students and 450 of them are girls. What is the percentage of girls students? ഇവിടെ നോക്കൂ നിങ്ങളെ, മുമ്പ് ഞാൻ പറഞ്ഞാൽ മതി മൊത്തം എണ്ണം എത്രയാന്ന് നോക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും മൊത്തം എത്രയാന്ന് നോക്കിയിട്ട് അത് വരയ്ക്ക് താഴെ എഴുതുക എന്ന് ഞാൻ പറഞ്ഞു. ആ ക്ലൂ ഓർത്താൽ മതി. എത്ര നിങ്ങൾ ഇവിടെ മൊത്തം കുട്ടികൾ 750. ഇനി എന്തുവാണോ ചോദിക്കുന്നത്, ഇവിടെ പെൺകുട്ടികളാണ് അല്ലേ, 450 അത് മേളിൽ കൊടുക്കുക. കണ്ടോ 400. ഇതിന് സംശയമില്ലല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? മൊത്തം എണ്ണം അത് മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞപ്പോൾ പോയി. മൊത്തം എത്ര കുട്ടികളാണോ അതെന്താവും നിങ്ങളെ താഴെ കൊടുക്കുക. മുമ്പ് ചെയ്ത ചോദ്യം അതുപോലെയല്ലായിരുന്നോ, താഴെ കൊടുക്കുക. എത്ര അത് കഴിഞ്ഞിട്ട് എത്ര എന്താണോ ചോദിക്കുന്നത് അത് മുകളിൽ കൊടുക്കട്ടെ. എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നോക്കിയേ, 450/750. 0 വെട്ടിക്കൂടായോ? അപ്പോൾ എന്താ 45/75 വന്നു. ഈ 5 ലാസ്റ്റ് വന്നാൽ നമുക്ക് എളുപ്പവഴി ഇല്ലേ കുഞ്ഞുങ്ങൾ, എന്താ 5ന്റെ ടേബിൾ പറ്റും കേട്ടോ. ഏതൊരു ഫ്രാക്ഷനിൽ അല്ലെങ്കിൽ ഭിന്നസംഖ്യയിൽ ലാസ്റ്റിൽ 5 വന്നാൽ നമുക്ക് 5ന്റെ ടേബിളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ, 45/75. 5ന്റെ 9 5 45, 15 5 75 കേട്ടോ. 9 5 ആണ് 45, 15 5 75. 5ന്റെ ടേബിളിൽ രണ്ടും പറ്റും. ഇനി നോക്കിയോ, 9/15 അത് ഏതിൻ്റെ ടേബിളിൽ പറ്റും? എന്ത് പറ്റും? 3ന്റെ ടേബിളിൽ പറ്റും ഇല്ലേ കുഞ്ഞുങ്ങളെ. 3 × 3 9 5 × 3 15. ഏത് ടേബിളാണോ നിങ്ങൾ എടുക്കുന്നത് രണ്ടും ഒരു ടേബിളിൽ തന്നെ എടുക്കണേ, അല്ലാതെ ഏതെങ്കിലും അറിയാമെന്ന് വിചാരിച്ച് എഴുതല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇവിടെ നോക്കി നമ്മൾ 5 2 5ന്റെ ടേബിളിലാണ് എടുത്തത്, ഇവിടെ 2 3ന്റെ ടേബിളിലാണ് എടുത്തത് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും ടേബിളിൽ പറ്റുമെന്ന് പറഞ്ഞെങ്കിൽ എഴുതി വെക്കല്ലേ. ഓക്കെ, അപ്പം നമുക്ക് 3/5 ആണ് റെഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ആ 450നെ നമ്മൾ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റിയല്ലോ. ഇനി നമ്മൾ എന്താ നമ്മളോട് ചോദിച്ചാൽ എത്ര ശതമാനമാണ്
കേട്ടോ. എത്ര എക്സ്പ്രസ് പെർസെൻറ്റേജ്, എത്ര ശതമാനമാണ് നമ്മൾ പഠിച്ചു. ശതമാനം എന്ന് കേൾക്കുമ്പോൾ എന്താ, ആ റെഡ്യൂസ് ചെയ്തതിനെ ഇൻറ്റു 100. 3 ഇൻറ്റു 100 300 300 ഇല്ലേ, 300. 5നെ അതുപോലെ 300നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ആവും നിങ്ങളെ, അതായത് 6 5 30 അല്ലേ. അപ്പോൾ 65 300. അപ്പോൾ എത്ര, 60% ആർ ഗേൾസ് സ്റ്റുഡൻസ്. കുട്ടികൾ, പെൺകുട്ടികൾ എത്ര ഉണ്ടോ നിങ്ങളെ, എന്താ കുട്ടികളിൽ എത്ര 60% പെൺകുട്ടികളാണ്. ഇവിടെ 750 കുട്ടികളുള്ള സ്കൂളിൽ 450 പെൺകുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. അതിനെ നമ്മൾ എന്താക്കാനാ, പെർസെൻറ്റേജിലോട്ട് നിങ്ങൾ കണ്ടിട്ട് പറയാൻ. അപ്പം നമുക്ക് എത്ര കിട്ടി കുഞ്ഞുങ്ങളെ, ചോദ്യം മനസ്സിലാക്കണേ. അപ്പം നമുക്ക് എത്ര കിട്ടി, 60% പെൺകുട്ടികളാണെന്ന് കിട്ടി. ഓക്കെ ആണോ? അടുത്ത് നോക്കൂ, എ പേഴ്സൺസ് ഹൂ ഏൺഡ് 30,000 30,000 രൂപ എ മന്ത് സ്പെൻഡ് 8,000 rupees ഓൺ ഫുഡ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ഏണിംഗ് ഈസ് ദീസ്. എന്തല്ലോ മനസ്സിലായോ? അതായത് 30,000 രൂപ ശമ്പളം മേടിക്കുന്ന, അല്ലെ ശമ്പളം കിട്ടുന്ന ഒരാൾ, എത്ര കുഞ്ഞുങ്ങളെ ശമ്പളം അദ്ദേഹത്തിന്, 30,000 രൂപ ശമ്പളമുണ്ട്. അദ്ദേഹം 8,000 രൂപ അദ്ദേഹത്തിൻ്റെ ഫുഡിന് വേണ്ടി ചിലവാക്കുന്നു, ആഹാരം മേടിക്കാൻ വേണ്ടി അല്ലേ, ഭക്ഷണത്തിനായിട്ട് ചിലവാക്കുന്നു. ഇത് നമ്മൾ എന്താ പെർസെൻറ്റേജ് ചെയ്യണം. എന്താ കുഞ്ഞുങ്ങളെ, ഇത് പെർസെൻറ്റേജിലോട്ട് മാറ്റണം. എങ്ങനെ എഴുതും? നമുക്ക് ആദ്യം എന്താ, ഈ മൊത്തം എണ്ണത്തിനെ ഞാൻ പറഞ്ഞ രീതി അങ്ങ് ഓർത്താൽ മതി. മൊത്തം എണ്ണം എത്ര, 30,000. അപ്പോൾ അത് വരയ്ക്ക് താഴെ എഴുതുക അല്ലേ. എത്ര രൂപയാണ് അദ്ദേഹം ചിലവാക്കുന്നത്, 8,000 രൂപ. നമുക്കതിനെ എന്താക്കണം, റെഡ്യൂസ് ആക്കാം, ചെറുതാക്കാം. നോക്കൂ, 1 0 പോയി, മേലിലും താഴെ ഓരോ 0 പോയി, മേലിലും താഴെ ഓരോ 0 പോയി. ബാക്കി ആരുണ്ട്, 8/30. ഈ 8 30 ഏതിൻ്റെ ടേബിളിൽ വരുമോ നിങ്ങളെ, വരുമോ? നമുക്ക് 8 30 2ൻ്റെ ടേബിളിൽ എടുക്കാം അല്ലേ. എത്ര, 4 2 8. കാരണം 2 ഈവൻ നമ്പർ ആയതുകൊണ്ട് കേട്ടോ. അറിയത്തില്ലെങ്കിൽ ഹാഫ് കേട്ടോ, ഹാഫ് എഴുതിയാലും മതി. 8ൻ്റെ പകുതി 4, 30ൻ്റെ പകുതി 15. ഇനി നോക്കിയേ, 4, ഇനി 4ഉം 15ഉം ഏതിൻ്റെ ടേബിളിൽ വരുമോ, ഇല്ല. അപ്പോൾ അത് അവിടെ അങ്ങ് നിർത്തി കേട്ടോ. 4ഉം 15ഉം ഒരു ടേബിളിൽ എന്ന് വെച്ചാൽ രണ്ടും ഒരേ ടേബിളിൽ വരണം കേട്ടോ. അതല്ലേ നിങ്ങൾ വിചാരിക്കും 4 2ൻ്റെ ടേബിളിൽ വരും, എന്താ 15 3ൻ്റെ ടേബിളിൽ വരുമെന്ന് വേണേൽ പറഞ്ഞുകൂടായോ നിങ്ങളെ. പക്ഷേ അങ്ങനെയല്ല, രണ്ടും ഒരേ ടേബിളിൽ വരണം. അത് ഓർത്തോടെ കേട്ടോ. അപ്പോൾ 4/15 ആണ് നമുക്ക് കിട്ടിയത്, റെഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇനി എന്ത് ചെയ്യണം, നമ്മളതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാം. എക്സ്പ്രസ് നമ്മളതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാം. ഇംഗ്ലീഷിൽ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷുകാർ ആയിരിക്കും ഞങ്ങൾക്കില്ലയോ എന്ന്. എല്ലാം ഉണ്ടോ കേട്ടെ, ഉണ്ടോ. എക്സ്പ്രസ് ദ ഫുഡ്, അദ്ദേഹം 30,000ൻ്റെ 8,000 ഫുഡിന് വേണ്ടി കളയുമ്പോൾ 4/15 ആണ് കിട്ടുന്നത്. ഇനി നമ്മളതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റി. 4/15 ഇൻറ്റു 100 അല്ലേ. 4/15 ഇൻറ്റു 100 എന്ന് വെച്ചാൽ 4 ഇൻറ്റു 100 400/15. ലാസ്റ്റിൽ 0 5 വന്നാൽ ഞാൻ പറയായിരുന്നു 5ൻ്റെ ടേബിൾ എടുത്തോണം. എത്ര കുഞ്ഞുങ്ങളെ, 8 5 40 അല്ലേ. അപ്പോൾ 85 100. ആ ക്ലൂ ഒക്കെ അങ്ങ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇതൊക്കെ നിങ്ങളങ്ങ് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. എന്താ ഇവിടെ ഈ 400-നകത്തിൽ അത് ചെറുതല്ല, എന്നാലും ഞാനൊരു ഇത് പറഞ്ഞു കേട്ടോ. 8 5 40 അല്ലേ കുഞ്ഞുങ്ങളെ. 8 ഇൻറ്റു 5 40 8 5 40. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ ആ 0 ഇവിടെ ഇട്ട് കൊടുത്തത് 80 5 400. വേണേ ഒന്ന് മാറ്റിയിട്ട് ചെയ്തു നോക്കിക്കോ കേട്ടോ. 3 5 15. അപ്പോൾ 80/3. നോക്കിയേ, നമ്മളെപ്പോഴും ഓർത്തോണം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും ഒരിക്കലും ആൻസർ വരത്തില്ല കേട്ടോ. അതെപ്പോഴും ഓർത്തോണേ. എന്താ, ന്യൂമറേറ്റർ വലുതും എന്ന് വെച്ചാൽ മുകളിൽ വലുതും താഴെ ചെറുതും വരത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യും, 80നെ എങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ, 80നെ എത്ര വെച്ചാൽ 3 വെച്ചല്ലേ. നോക്കിക്കേ, 1 3 അല്ല 2 3 6 അല്ലേ. 8 6 പോയാൽ 2 20 അല്ലേ. എത്ര, 6 3 18 ശിഷ്ടം 2. ഇനി അതിനെ എന്താ പോയിന്റ് ഇട്ട് കൊടുക്കും, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 26 3 2 കണ്ട് 26 എന്ന് വെച്ചാൽ കോഷ്യൻറ്റിനെ ലെഫ്റ്റിൽ എഴുതുക അല്ലേ. ഈ 3 താഴെ വരുന്ന 3നെ താഴെ തന്നെ കൊടുക്കുക. എപ്പോഴും റിമൈൻഡറിനെയാണ് മേളി വിടേണ്ടത് കേട്ടോ. അപ്പോൾ 26 2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ, മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതിൽ കൂടുതലൊന്നും എന്താ ലോവസ്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ എല്ലാം മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലാക്കുക എന്നുള്ള കേട്ടോ. അടുത്ത 3ാമത്തെ ചോദ്യം നോക്കിക്കേ. 4,500 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിള്, നിങ്ങൾ ആ ക്ലൂ, ഞാൻ ആ പറഞ്ഞ ക്ലൂ ഓർത്താൽ മതിയൊന്നുമില്ല, മൊത്തം എത്ര ആണെന്ന് നോക്കുക കേട്ടോ. ഇവിടെ നോക്കിയേ, 4,500 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിള് 4,000 രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നാൽ നഷ്ടം എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കാൻ. വെട്ട് ഇല്ലയോ.
If a bicycle bought for 4,500 rupees had to be sold for 4,000 rupees, what is in the loss percentage? അല്ല മനസ്സിലാകുന്നുണ്ടോ? അതായത് എളുപ്പവഴി മുമ്പേ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, ഇതിനകത്ത് സാധനത്തിൻ്റെ വില എത്ര? 4,500 രൂപയ്ക്കാണ് അദ്ദേഹം അത് വാങ്ങിയ വില എന്ന് വേണമെങ്കിൽ എഴുതാം. മലയാളംകാർക്ക് വാങ്ങിയ വില, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് കോസ്റ്റ് പ്രൈസ് ഒന്നും ഒക്കെ എഴുതാം കേട്ടോ. എത്ര? 4,500 രൂപയായിരിക്കായിരുന്നു അദ്ദേഹം സാധനം വാങ്ങിയത് അല്ലേ, രൂപ. എന്നാൽ 4,000 രൂപയ്ക്ക് അദ്ദേഹം അത് വിൽറ്റു. 4,500 രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിച്ച സാധനം കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലേ, സൈക്കിളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇരട്ടി പൈസ കിട്ടുമോ? വണ്ടികളൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വില കുറയത്തല്ലേ ഉള്ളൂ നിങ്ങളെ. അപ്പം 4,000 രൂപയ്ക്ക് അദ്ദേഹം അത് വിറ്റു. SP എന്ന് വെച്ചാൽ വിറ്റു അല്ലെ. മലയാളംകാർക്ക് എന്താ, ഒരു സൈക്കിള് വിറ്റ വില 4,000. അപ്പോൾ അദ്ദേഹത്തിന് എത്ര രൂപ ലാഭമോ നഷ്ടമോ? 4,500 രൂപയുടെ സാധനം 4,000 രൂപയ്ക്ക് വിറ്റാൽ അദ്ദേഹത്തിന് ലാഭമാണോ നഷ്ടമാണോ കുഞ്ഞുങ്ങളെ? അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചു ഒരു 500 രൂപ കേട്ടോ. ലോസാണ്. ലോസ് എന്ന് വെച്ചാൽ നഷ്ടമാണ് അദ്ദേഹത്തിന് നടന്നത് 500 രൂപ. അപ്പം വാങ്ങിയ വില എത്രയായിരുന്നു അദ്ദേഹം? അപ്പം ഇതിനെ എന്താക്കാനാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞേ? ലോസ് ആണ് സംഭവിച്ചത് അല്ലേ. ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട് നഷ്ടമാണ് സംഭവിച്ചെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്ര രൂപയുടെ നഷ്ടമാണ്? 500 രൂപയുടെ നഷ്ടമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? നഷ്ടം എത്ര ശതമാനമാണ്? ലോസ് പെർസെൻറ്റേജ് കാണാൻ. മുമ്പ് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഞാനൊരു ക്ലൂ പറഞ്ഞില്ലേ, അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ലോസ് പെർസെൻറ്റേജിലാണെങ്കിൽ ലോസിനെ മുകളിൽ എഴുതുക. എത്ര രൂപയാണ് നഷ്ടം? 500 രൂപ. ഇനി CP, ആ സാധനത്തിൻ്റെ യഥാർത്ഥ വില എത്രയായിരുന്നു കുഞ്ഞുങ്ങളെ? 4,500 രൂപയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് നഷ്ടം ഒരു 500 രൂപ നഷ്ടമായിരുന്നു അല്ലേ. 4,500 രൂപയുടെ സൈക്കിള് 4,000 രൂപയ്ക്ക് വിറ്റപ്പോൾ 500 രൂപ നഷ്ടം വന്നു. അതിനെ നമ്മൾ ലോസ് പെർസെൻറ്റേജിലോട്ട് മാറ്റി ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ലോസിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാനാണ് കേട്ടോ. ചോദ്യം തിരിഞ്ഞു പോവല്ലേ. ലോസിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാനായതുകൊണ്ട് കിട്ടിയ ലോസേ ബൈ സാധനത്തിൻ്റെ യഥാർത്ഥ സാധനത്തിൻ്റെ വില എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സാധനത്തിൻ്റെ വില 4,500 രൂപയായിരുന്നു സൈക്കിളിൻ്റെ വില അല്ലേ. അപ്പോൾ നോക്കിയേ, 500 ബൈ 4,500 ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി മുകളിൽ കിടക്കുന്ന 0 താഴെ കിടക്കുന്ന 0 ഓരോന്നും വെട്ടിക്കളയാം. ബാക്കി 4/45. 4/45 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ടേബിളിൽ വരും. 1 5 5 9 5 45. അപ്പോൾ 1/9 എന്ന് പറയും. 1/9 എന്ന് പറഞ്ഞത് ഫ്രാക്ഷനിലോട്ടാണ്. ഇനി നമ്മൾ അതിനെ എന്താക്കണം? പെർസെൻറ്റേജിലോട്ട് മാറ്റണ്ടേ കുഞ്ഞുങ്ങളെ. ഏതൊരു ഫ്രാക്ഷൻ തന്നാലും നമ്മൾ അതിനെ എന്താ പെർസെൻറ്റേജിലോട്ട് മാറ്റണം. എക്സ്പ്രസ് പെർസെൻറ്റേജ് 1/9 × 100. 1 × 100 വേണ്ട. എല്ലാം ഇത്രയും ഇത്രയും വാരി വലിച്ച് എഴുതണ്ടാവും. നിങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാവുന്നവർക്ക് അങ്ങനെ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 1/9 × 100 എന്ന് വെച്ചാൽ 1 × 100/9 ചെയ്യാം. അപ്പോൾ 100/9, 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര നോക്കിക്കേ? 1 9 9. 10 9 പോയാൽ 1. 0നെ താത്തിറക്കി 10. വീണ്ടും 1 9 9. 10 9 പോയാൽ 1. എത്ര കിട്ടി? കോഷ്യൻ്റായ 11. കോഷ്യൻ്റ് 11. ഡിവൈസർ ഇവിടെ താഴെ കൊടുക്കുക. എപ്പോഴും റിമൈൻഡറിനെ വരയ്ക്ക് മുകളിൽ കൊടുക്കുക. അപ്പോൾ 11 1/9% നഷ്ടമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. എങ്ങനെയുണ്ട്? നല്ല കണക്കല്ലേ? ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. സാധനത്തിൻ്റെ വിലയെ നമ്മൾ CP എന്ന് പറയാം അല്ലെ. സാധനത്തിൻ്റെ വിലയെന്ന് തന്നെ പറഞ്ഞു. വിറ്റ വില SP, വിറ്റ വില എന്ന് തന്നെ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് 4,500 രൂപയുടെ സൈക്കിള് 4,000 രൂപയ്ക്ക് വിറ്റപ്പോൾ 500 രൂപ നഷ്ടമായിരുന്നു സംഭവിച്ചത്. പ്രോഫിറ്റ് പെർസെൻറ്റേജിലുണ്ട്, ലോസ് പെർസെൻറ്റേജിലുണ്ട്. നമുക്കിവിടെ ലോസ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ലോസിനെ യഥാർത്ഥ എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലോസിനെ യഥാർത്ഥ എമൗണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ കിട്ടുന്നതിനെ എന്ത് ചെയ്യുക? പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ 100 ഇട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 4,500 ഓക്കെ ആണല്ലോ. ഇനി എത്ര ഒരു കണക്കൂടുണ്ടല്ലേ. ഇനി എന്താ? 1,600 പേര് വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് 900 വോട്ട് കിട്ടി. ഇത് ആകെ വോട്ടിൻ്റെ എത്ര ശതമാനമാണ്? ചോദ്യം നല്ലപോലെ നോക്കണം കുഞ്ഞുങ്ങളെ. 1,600 പേർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് 1,600 പേരാണ്. ജയിച്ച സ്ഥാനാർത്ഥിക്ക് 900 വോട്ട് കിട്ടി. ജയിച്ച ആൾക്ക് എത്ര കിട്ടി? 900 വോട്ട് കിട്ടി. ഇത് ആകെ വോട്ടിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചത്.
നോക്കിക്കേ. അപ്പം മൊത്തം എണ്ണം ഞാൻ പറഞ്ഞായിരുന്നു. മൊത്തം എത്ര എന്ന് വെച്ചാൽ വരയ്ക്ക് താഴെ കൊടുക്കുക അല്ലേ. എത്ര പേരാണോ ജയിച്ചത് വരയ്ക്ക് മുകളിൽ കൊടുക്കുക. നോക്കിയേ, അത് ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണേ നിങ്ങൾ, അഥവാ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്നവർക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ എന്താ നോക്കിയേ, 900 ബൈ 1600, 1600 അല്ലേ. അപ്പോൾ 0 0 പോയി, 0 0 പോയി. 9/16, 9/16 ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ നിങ്ങളെ? ഇല്ല കേട്ടോ. അപ്പം 9/16 ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ആകെ വോട്ടുകളുടെ 9/16 ആണ് കേട്ടോ, മലയാളം മീഡിയക്കാർക്ക്. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് എഴുതി അല്ലേ. ഇനി അതിൻ്റെ പെർസെൻറ്റേജ്, എക്സ്പ്രസ് ദ പെർസെൻറ്റേജ്, ശതമാനത്തിൽ എഴുതുകയെന്ന് വെച്ചാൽ 9/16 ഇൻറ്റു നമുക്ക് കിട്ടിയ ആൻസർ ഇൻറ്റു 100. 9/100 900/16. എന്താ 900/16 നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എങ്ങനെ വേണം ചെയ്യാൻ, മുമ്പ് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താലും മതി നിങ്ങളെ. ഒന്നുകിൽ 900/16, 900നെ 16 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതല്ലെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞ രീതിയിൽ എന്താ നിങ്ങളെ, ഹാഫ് അടിക്കുക അല്ലേ. എന്ന് വെച്ചാൽ എന്താ, വെട്ടി ചെയ്യാം. 100ന്റെ പകുതി 50 അല്ലേ, 16ന്റെ പകുതി 8, 50ന്റെ പകുതി 25, 8ന്റെ പകുതി 4. മനസ്സിലായോ? അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്യണം കേട്ടോ. മനസ്സിലായോ? 9/16 ഇൻറ്റു 100 ആയിരുന്നു. അപ്പോൾ നമ്മൾ 16ന്റെ പകുതി 8 എടുത്തു. അപ്പോൾ 100ന്റെ പകുതി ഇവിടെ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് താഴെ എടുത്തോണേ. 100ന്റെ പകുതി 50 അല്ലേ. ഇനി 50ന്റെ പകുതി 25 എടുത്തു. അപ്പോൾ 8ന്റെ പകുതി 4. അപ്പോൾ 25ന്റെ പകുതി 12 പോയിന്റ് ഒക്കെ വരുന്നതുകൊണ്ട് അവിടെ നിർത്തുക. എത്ര വന്നു നമുക്ക്? 9 ഇൻറ്റു 25/4 എന്നാണ് വന്നത് കേട്ടോ. 9 ഇൻറ്റു 20 എന്ന് വെച്ചാൽ 9 ഇൻറ്റു ഈ 25/4. 25 ഇൻറ്റു 9 95 45 ശിഷ്ടം 4 2 9 18 19 20 21 22 എത്ര ഞാൻ 225 അതാണ്ട് കിടക്കുന്നത്. 225നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 56 റിമൈൻഡർ 1 വരും കേട്ടോ. അപ്പോൾ എത്ര ഡിവൈഡ് ചെയ്യാൻ അറിയാവേ? 5 4 20, പിന്നെ 2 5 താത്രയ്ക്ക് 6 4 24 ശിഷ്ടം 1 കേട്ടോ. അപ്പോൾ എത്ര? 56 1/4% വിന്നർ. ചോദ്യം കേട്ടോണ്ട് 1600 പേർ വോട്ട് ചെയ്തതിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥി 900 ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജിലോട്ട് കാണാനാണ്. അപ്പോൾ എത്ര? 56 1/4% വോട്ടായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത് കേട്ടോ. 56 1/4%. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കണക്കാവും നിങ്ങളെ. അതായത് സജയൻ്റെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണ് അജയൻ്റെ ശമ്പളം. അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് സജയൻ്റെ ശമ്പളം? നല്ല പേരല്ലേ. സജയൻ്റെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണ് അജയൻ്റെ ശമ്പളം. അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് സജയൻ്റെ ശമ്പളം കേട്ടോ. അജയൻ സാലറി 25% മോർ ദാൻ സജയൻ സാലറി. ബൈ വാട്ട് പെർസെൻറ്റേജ് ഓഫ് അജയൻസ് സാലറി ഈസ് സജയൻ സാലറി ലെസ്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. എത്ര? നമ്മളടുത്ത് ചോദിച്ചത് സജയൻ്റെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണ്. 25% മോർ ദാൻ. ഓർമ്മയുണ്ടോ നിങ്ങളെ? മോർ ദാൻ, ലെസ് ദാൻ, റെഡ്യൂസ്, ലെസ് എന്നൊക്കെ പഠിച്ചത്. 25% കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 100ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 25 അങ്ങ് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പം 125% കേട്ടോ. 25% കൂടുതലാണ്. അപ്പം 100ന്റെ കൂടെ 25 കൂടെ കൂട്ടി 125 കേട്ടോ. 125നെ നമ്മൾ എന്ത് ചെയ്യണം? ബൈ 100%, ബൈ 100. അപ്പോൾ എത്ര നിങ്ങളെ? 5/4 ആണ് കേട്ടോ. 5/4 ആണ് എന്ന് വെച്ചാൽ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. 5/4. അപ്പോൾ സജയൻ്റെ ശമ്പളം അജയൻ്റെ ശമ്പളത്തിൻ്റെ 4/5 ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇനിയും പെർസെൻറ്റേജിലോട്ട്, അപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്തു അല്ലേ. റെഡ്യൂസ് ചെയ്തിട്ട് അല്ലെ ചെറിയ ഫോമിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജിലോട്ട് മാറ്റുക. എക്സ്പ്രസ് ദ പെർസെൻറ്റേജ് ശതമാനത്തിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 4/5 ഇൻറ്റു 100, 4 ഇൻറ്റു 100, 400/5 അല്ലേ. 400നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 80 ആണ് കേട്ടോ. 8 5 40 മുമ്പ് നമ്മൾ പറഞ്ഞതാണ് 80 ആണ്. അതായത് എത്ര? 20% ലെസ്. 80% അല്ലേ. അപ്പം 100ൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 80 അങ്ങ് കുറച്ചാൽ ബാക്കി 20% ലെസ് അല്ലെങ്കിൽ കുറവാണെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? സജയൻ്റെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണ് അജയൻ്റെ ശമ്പളം എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 25% കൂടുതൽ എന്ന് വെച്ചാൽ 100ൽ നിന്നും 25 കൂട്ടിയപ്പോൾ നമുക്ക് 125 കിട്ടി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? 125/100
പെർസെൻറ്റേജ് 100 അല്ലേ. അപ്പോൾ 5/4 കിട്ടും. ആ 5/4 നമ്മൾ എന്ത് ചെയ്യണം, പെർസെൻറ്റേജിലോട്ട് 4/5 പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എത്ര 80% കിട്ടും. 80% എന്ന് വെച്ചാൽ എന്താ, 100-ൽ നിന്നും ഈ 80 കുറച്ചാൽ ബാക്കി 20% കുറവാണെന്നാണ് ചോദ്യം കേട്ടോ. ഇത് നല്ലപോലെ എഴുതി മനസ്സിലാക്കണേ കേട്ടോ. ഓക്കെ ആണല്ലോ. അങ്ങനെ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാവും നിങ്ങളെ. ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഓക്കെ നിങ്ങളെ. ഓക്കെ, കമൻറ്റ് പറയണേ കേട്ടോ.